സ്റ്റാമ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഫോം ഷീറ്റാണ് ആദ്യം തന്നെ വേണ്ടത്. ഫോം ഷീറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പുകൾ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ഒരു ഹാർട്ട് ഡിസൈനാണ്, ഒരെണ്ണം ഒരു ലീഫിൻ്റെ ഡിസൈനാണ്, ഒരെണ്ണം വരുന്ന ഒരു സ്റ്റാർ, അടുത്തത് ഒരു ക്ലൗഡ്. അത് ഇതുപോലെ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിനൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഐവറി ഷീറ്റ് ഒന്ന് ചുറ്റിയെടുത്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സർക്കുലർ ഷേപ്പിലുള്ള സാധനം വെച്ച് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മളുടെ ഫോം ഷീറ്റിൽ വെട്ടിയെടുത്ത സ്റ്റാമ്പിന്റെ ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കാനും, ഒരെണ്ണം പിന്നെ അത് മൊത്തത്തിൽ ഒന്ന് ഇറക്കി വെക്കാനും. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റാമ്പിൽ വെട്ടിയെടുത്ത ഡിസൈൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതുപോലെ നമ്മൾ രണ്ടാമത് പറഞ്ഞില്ലേ ഒരു സിലിണ്ടർ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടിപ്പൊക്കെ മാറ്റി ഉപയോഗിക്കുന്ന പെൻസിലില്ലേ, മാറി മാറി ടിപ്പിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പെൻസിലിന്റെ ടിപ്പ് വരുന്ന പോലെ ഒരു കോൺ ഷേപ്പ് വെട്ടിയെടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഡിസൈൻ കൊടുക്കുന്നത് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചിട്ടാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റാമ്പിനൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഫ്ലവേഴ്സ് വെച്ച് വരച്ച് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. എന്തെങ്കിലും ഒരു മാർക്കർ വെച്ചൊന്ന് വരച്ച് അതിൻ്റെ മിഡിലിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്ലവർ റെഡിയായി. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെൻസിൽ ടിപ്പിന് നമ്മളിങ്ങനൊരു പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടിപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ സിൽവർ കളറ് ബ്രഷ് പെൻ വെച്ചൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു പെൻസിലിൻ്റെ രൂപമൊക്കെ വരണ്ടേ, അതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പെൻസിലിൻ്റെ ഒരറ്റത്ത് ഇറേസർ വരില്ലേ, അപ്പോൾ അതുപോലെ തോന്നിക്കാനായിട്ട് ഫോം ഷീറ്റ് വെച്ചൊരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റില്ലേ, അതിൽ നിന്ന് ഒരു പീസ് വെട്ടിയെടുത്ത് ഇതുപോലെ ഒരു ബീഡിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ പെൻസിൽ സ്റ്റാമ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മിനിയേച്ചേഴ്സ് ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്നൊരു ജയൻറ്റ് പെൻസിലങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതുപോലെ 4 സ്റ്റാമ്പാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാർ ഷേപ്പ് ഉണ്ട്, പിന്നെ ഒരു ലീഫ് ഷേപ്പ് ഉണ്ട്, പിന്നെ ഒരു ഹാർട്ട് ഡിസൈൻ ഉണ്ട്, പിന്നെ ഇതുപോലൊരു കുട്ടി ക്ലൗഡ് ഉണ്ട്. ക്ലൗഡ് വരച്ചപ്പോൾ ചെറുതായി പോയി, കുഴപ്പമില്ല, പക്ഷെ വർക്കിംഗ് ആണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക് പെയിൻ്റ് ആണ്. എൻ്റെ കയ്യിൽ വാട്ടർ കളർ ഉണ്ടായിരുന്നില്ല. വാട്ടർ കളർ ആയിരിക്കും ഇത്രയോടെ ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ മാർക്കേഴ്സ് വെച്ച് വരച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ 4 സ്റ്റാമ്പും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.